ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നതാണ്. അപ്പോൾ ഇതാ മൂത്തമ്മ വീട്ടിൽ വന്നൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അമ്മേൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അത് മൂത്തമ്മയ്ക്ക് ഇന്ന് പണിയില്ലാതായപ്പോൾ ഒന്ന് വീട്ടിലേക്കൊന്ന് വന്നതാട്ടോ. അപ്പോൾ പാപ്പുമോൾക്ക് കുറേ ദിവസമായിട്ട് മൂത്തമ്മനെ കണ്ട ഒരു സന്തോഷമാണ്. മൂത്തമ്മ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മൂത്തമ്മനെ കണ്ടപ്പോൾ ഓൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. മൂത്തമ്മനോട് മാത്രമേ ഓൾക്ക് ഈ ഒരു ഇണക്കമുള്ളൂ കേട്ടോ. പുറമേ നിന്ന് ഒരാളായിട്ടൊരു ഇണക്കമുണ്ടെങ്കിൽ അത് മൂത്തമ്മനായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓള് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മൂത്തമ്മ ഇവിടെ വന്ന ആ ഒരു ഓർമ്മ ഉള്ളതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഓൾക്ക് പാപ്പുവിന് മൂത്തമ്മ വെച്ചാൽ ഭയങ്കര ജീവനാട്ടോ. അപ്പോൾ മൂത്തമ്മനെ കണ്ടപ്പം തൊട്ടൊരു പുന്നാരക്കളി കളിക്കൽ തുടങ്ങിയതാണ് അത് കേട്ടോ. വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കൊലായിലേക്ക് ആരും കയറ്റൂല കേട്ടോ. ഇതിപ്പോൾ അമ്മ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ഒരു കളി കളിക്കുന്നത്. അപ്പം മൂത്തമ്മനെ കണ്ടിട്ട് എന്തൊക്കെയാണ് അവൾക്ക് കാണിക്കേണ്ടതെന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പം മൂത്തമ്മ വരുമ്പോൾ മുട്ടായിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടിയൊരു ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ സന്തോഷമാണ് ആൾക്ക്. ഒന്ന് ദൂരെ പോയിരിക്കും, പിന്നെയും മൂത്തമ്മൻ്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെയൊക്കെയുള്ള ഓരോരോ കളിയാണ് കേട്ടോ. ഓൾക്കതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. ഒരാൾ വരുന്നതൊക്കെ ഇഷ്ടമാണെങ്കിലും അത് എല്ലാവരും വരുന്നതൊന്നും ഇഷ്ടമില്ല, മൂത്തമ്മ വരുന്നത് മാത്രമാണ് ഓൾക്ക് ഇഷ്ടം. അപ്പോൾ അബി വടി എടുത്ത് പേടിപ്പിക്കുക കേട്ടോ. കളിക്കല്ലേ കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ ആൾ അവിടെ വടി കൊണ്ടുവച്ച് ഓനൊരിത്തിരി പേടിയൊക്കെയാണ്. അപ്പോൾ കളിച്ച് ഏകദേശം ആൾ ക്ഷീണിച്ചപ്പോൾ ലേശം വെള്ളമൊക്കെ വെച്ച് കൊടുത്തതാട്ടോ. വെള്ളം കുടിക്കൽ അത്രയ്ക്കും കളി കളിച്ചിനിപ്പോൾ. അമ്മനായിട്ടുള്ള കളിയാണ് മൂത്തമ്മനായിട്ടേ. അപ്പം ക്ഷീണിച്ച് വെള്ളം കുടിക്കണ കണ്ടപ്പം ഭയങ്കരമായിട്ട് പാവം തോന്നിയിട്ടോ. അപ്പോൾ അത്രയ്ക്കും ദാഹം പിടിച്ചുപോയി. അങ്ങനത്തെ കളിയാണ് വന്നപ്പോൾ തൊട്ട് കളിക്കുന്നത്. പിന്നെയും ചെല്ലണത് മൂത്തമ്മൻ്റെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് ഒന്ന് വരും, പിന്നെയും വെള്ളം കുടിക്കാൻ പോകും. അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ തമാശയും കളിയൊക്കെ ആയിട്ട് നടക്കുകയാണ് പാപ്പുമോൾ. അപ്പോൾ നമ്മൾ പാപ്പുമോളെ വെച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മൂത്തമ്മ കുറേ ആയി വന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഓൾക്ക് ഇനി മൂത്തമ്മ പോവുമോ എന്നൊക്കെ ഉള്ളൊരു എന്താ സങ്കടമാണ്. അതാണപ്പോൾ കാലിൻ്റെ ചോട്ടിൽ തന്നെ പോയി ഇരിക്കുന്നത് കേട്ടോ. പോകുമെന്നൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ മൂത്തമ്മനെ മണത്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം എല്ലാവർക്കും ചായയൊക്കെ തരികയാണ്. അപ്പോൾ അബിക്കും അമ്മയ്ക്കും എനിക്കൊക്കെ ഓരോ ഗ്ലാസ് ചായ തരുന്നുണ്ട്. മൂത്തമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ അത് മോൾക്ക് ഇന്ന് പരീക്ഷ ആയതുകൊണ്ട് 3 മണിക്കാണ് പരീക്ഷ. അപ്പോൾ അവൾക്ക് ആ സമയമാകുമ്പോഴേക്ക് പോയാൽ മതി. അപ്പോൾ മൂത്തമ്മ വരുമ്പം നെയ്യപ്പമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. നെയ്യപ്പം കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിക്കുക കേട്ടോ. ഇപ്പോൾ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ ഒരു നെയ്യപ്പം കൂടി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അതും കൂടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തിന്നുന്നുണ്ട്. പിന്നെ മൂത്തമ്മൻ്റെ ഒരു കുഞ്ഞ് കഷ്ണം കൂടി അതിൽ വെച്ചിന്. പിന്നെ അമ്മ ഉണ്ട്, ഞാനുണ്ട്, നന്ദുമോൾ, അബി എല്ലാവരും കൂടിയാണ്. പിന്നെ പാപ്പമ്മക്ക് ഒരു നെയ്യപ്പത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ഓൾക്ക് അത് വലിയ ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് ഓളത് തിന്നാതെ അവിടെ ഇട്ടേച്ച് പോയിട്ടോ. ഇനി അതെല്ലാവരും പോയി കഴിഞ്ഞാലൊന്ന് എടുത്ത് തിന്നു. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ എനിക്കൊരുപാട് പണികളൊക്കെ കിടക്കുക കേട്ടോ. തിരുമ്പാനും കുളിക്കാനും ഒക്കെ ഉണ്ട്. ഇന്ന് എന്തോ ഒരു മടി പിടിച്ച ദിവസം പോലെ കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാകുമ്പോൾ അങ്ങനെ കേട്ടോ. പണി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങൂല. ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ ഞാനത് ധൃതിയിൽ വേഗം ചെയ്ത് തീർക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവരെല്ലാവരും എടുത്ത് നിന്നിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫോണിന് ലേശം ഒരു കംപ്ലൈൻ്റ് ഉള്ള കാര്യമാണ് ഞാൻ പറയലുണ്ടല്ലോ. വൈറ്റ് കളറാവലും ബ്ലാക്ക് കളറാവലൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കളറാണ് ഈ കാണുന്ന വെളിച്ചങ്ങളൊക്കെ. അപ്പം ക്യാമറയ്ക്ക് എന്ത് പറ്റിയതാണെന്നൊരു ഐഡിയയും കിട്ടില്ല കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ എല്ലാവരും കഴിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ പാപ്പു അമ്മൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും പോയി കളിക്കുക കേട്ടോ. അതിൻ്റെ കഥ പറയാച്ചാൽ ഒന്നും പറയാനില്ല കേട്ടോ. അതാണ് എത്രയോ സ്നേഹമാണോ അത്രയും സ്നേഹം അവരുടെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഞാൻ എപ്പോഴും പറയും, മൂത്തമ്മനെ മാത്രമേ ഓൾ ഈ വീട്ടിലേക്ക് കയറ്റുള്ളൂ എന്നുള്ളത് ഒരു അത്ഭുതമാണ് കേട്ടോ. കാരണം ഓൾക്ക് വേറെ ആരും ഇങ്ങോട്ട് വരുന്നതോ ഞങ്ങളോട് മിണ്ടണതോ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അമ്മനുമായിട്ട് കൊഞ്ചണതും മയങ്ങണതൊക്കെ കണ്ടോ അമ്മ വേഗം പടിയുമിലേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമായിട്ട് അമ്മനോടുള്ള കളിയാണ്. പിന്നെ എൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മൂത്തമ്മേനെ അമ്മ എന്ന് പറയുമല്ലുണ്ട് കേട്ടോ. മൂത്തമ്മേനൊന്നും വിളിക്കലില്ല, അമ്മ തന്നെയാണ് വിളിക്കൽ. അതുകൊണ്ടാണ് ഇടയ്ക്ക് അമ്മ എന്ന് പറഞ്ഞു പോണത്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ മാത്രമേ അമ്മ എന്ന് പറയലുള്ളൂ കേട്ടോ. മൂത്തമ്മ എന്ന് പറയലുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ പറയലും വിളിക്കലും ഒക്കെ. അപ്പോൾ പാപ്പുമ്മക്ക് പിന്നെയും അമ്മ തൊടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തേക്ക് ചെല്ലണത്. അപ്പോൾ ഞാൻ അവനോട് പറയാം കൂട്ടിലേക്ക് എടുത്തിട്ടോ, ഇനി കുറച്ച് നേരം അവിടെ പോയിട്ട് കളിച്ചോട്ടെ എന്നുള്ളത് കേട്ടോ. ഇനി കുറേ നേരം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്വീപ്പാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമായിട്ട് കൊലായിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫോണിലൊന്ന് നോക്കിക്കോ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കൊണ്ടുവരാം കേട്ടോ. പക്ഷേ ഓള് ഫോണിലേക്കൊന്നല്ല നോക്കണത്. അപ്പോൾ ഇനി നേരെ കൂട്ടിൽ കൊണ്ടുപോയിട്ടാലേ ഓള് കുറച്ച് നേരം അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓടി കളിക്കും. അപ്പോൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കണമെങ്കിൽ ഓളെ ഒന്ന് അങ്ങോട്ട് മാറ്റിയതാണ്. ഇപ്പം തന്നെ കരയും കേട്ടോ പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ നന്ദമോൾ ഗ്ലാസ്സൊക്കെ എടുത്തോണ്ട് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ മൂത്തമ്മ പറയണത് എന്ത് മുടിക്കെട്ടാണ്
അയ്യേ വീഡിയോയിൽ ഇതൊക്കെ കാണൂലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മൻ്റെ മുടി തൊട്ട് കളിക്കുകയാണ്. ഓൾക്ക് തന്നെയാട്ടോ പരിപാടി. ഓൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് അമ്മൻ്റെ മുടി ഇങ്ങനെ തൊട്ട് കളിക്കും. ഓൾക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അമ്മയും പറയും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഓൾക്ക് എൻ്റെ മുടിയുമിലാണ് കളിയെന്ന് അറിയട്ടോള്. അപ്പോൾ അബിയും ഇവിടെ ഉണ്ട്, നന്ദും ഇവിടെ ഉണ്ട് ഇന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉള്ളൊരു ദിവസമായി. ഇന്ന് അനീഷേട്ടൻ മാത്രം ഇല്ലാത്ത ദിവസമായിപ്പോയി. അപ്പം മുത്തമ്മ വെറുതെ ഒന്ന് വന്നതാണ്, കുറച്ച് കഴിഞ്ഞാൽ പോകും. അപ്പോൾ അതുവരെയുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പകർത്തിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ മുത്തമ്മയ്ക്ക് വീഡിയോയിൽ ഇങ്ങനെ വരുന്നതിനോടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനും ഒരു സന്തോഷമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് അതൊരു സന്തോഷമാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇനി കറിയൊക്കെ വെക്കാണ്ട്, പച്ചക്കറി ഉണ്ടാക്കണം, മീനുണ്ട്, അതൊന്ന് കറിയൊക്കെ വെക്കണം. അപ്പോൾ ഇന്ന് അമ്മ കറി ഉണ്ടാക്കുകയാണ്. ഞാൻ വേഗം തിരുമ്പാനൊക്കെ ഉള്ള ഒരുക്കത്തിൽ തന്നെയാണ്. പോവാണെന്ന് കുറേ നേരമായിട്ട് വിചാരിക്കട്ടെ, പക്ഷെ പോവാൻ അങ്ങോട്ട് കഴിയണില്ല. പിന്നെ മൂത്തമ്മ വന്നപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് ഇരുന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഏതായാലും ഒരു ചമ്മന്തി ഉണ്ടാക്കണം, പിന്നെ തൈരുണ്ട്. അപ്പം മൂത്തമ്മ ചമ്മന്തി ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ചീരാമുളക് ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയൊക്കെ മുറിച്ച് ഉണ്ടാക്കുന്നുണ്ട് ആൾ. അപ്പോൾ അടുക്കളേൻ്റെ പണിയൊന്നും കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ അടുക്കള ഇങ്ങനെ നിൽക്കണത്. കാരണം പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ രാവിലെ ഒതുക്കി പെറുക്കി വെച്ചതാണ്. പിന്നെ അമ്മ അടുക്കളയിൽ കയറിയപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്. കറിയൊക്കെ വെക്കാൻ വേണ്ടി പാത്രങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ അമ്മ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്, മീൻകറി അവിടെ ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ അത് ചീരയാണ് കേട്ടോ, വീട്ടിലുണ്ടാവുന്ന ചീര ഉണ്ടല്ലോ, വേലി ചീര എന്ന് പറയും ഞങ്ങൾ. ആ ചീരയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. പരിപ്പിട്ടിട്ട് കറി ഉണ്ടാക്കണം. അബിക്ക് വേണ്ടിയിട്ടാണ്. അബിക്ക് ഈ പച്ചക്കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഓന് വേണ്ടിയിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. ഓന് മീൻ കറീനോട് വലിയൊരു താല്പര്യമില്ല. അപ്പോൾ അവിടെ മൂത്തമ്മ ഇഞ്ചിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇഞ്ചി ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ചീരാമുളക്, കാന്താരി മുളക് എന്നൊക്കെ പറയില്ല, അതിട്ടിട്ടാണ്. അത് വീട്ടിലുണ്ട്. അപ്പം ഞാൻ പറയാണ് കുറച്ച് എരിവ് കുറച്ചാൽ മതി, നല്ല എരിവുള്ള മുളകാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മൂത്തമ്മ കുറച്ച് മുളകൊക്കെ മാറ്റി വെച്ചിട്ടോ, അല്ലെങ്കിൽ തിന്നാൻ കഴിയില്ല, വെറുതെ ചമ്മന്തി പൊടിച്ച പോലെ ആവും എന്നൊക്കെ ഞാൻ പറഞ്ഞേ. അപ്പോൾ അത് കുറച്ച് മാറ്റി വെച്ച്. അപ്പോൾ അത് നമ്മളെ മീൻകറി കാണിച്ചു തരാം കേട്ടോ. മീൻകറി കുഞ്ഞി കോര മീനാണ് കേട്ടോ, ചുവന്ന കോര ഇല്ലേ, അതാണ്, കുഞ്ഞി കോരയാണ്. അപ്പോൾ അത് ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്നതാണ് മീൻ. അപ്പോൾ അത് ഇന്നെടുത്തത് തേങ്ങ അരച്ച് കറി വെച്ചിട്ട്, മുളക് ഇട്ടിട്ടില്ല, തേങ്ങ അരച്ച് കറി വെച്ച്. അപ്പോൾ അമ്മയാണ് ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ അബീനോട് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ എല്ലാവരും വോയിസും കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നായക്കുട്ടികൾ ഭയങ്കര കുരയാട്ടോ. അപ്പോൾ അത് ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോന്ന് പറയണൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ചീര പരിപ്പൊക്കെ വെന്ത് തുടങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് ചീരയൊക്കെ ഇട്ട് കൊടുത്താൽ, തേങ്ങ ഒന്ന് അരച്ച് കലക്കിയാൽ അതും ഒരു പച്ചക്കറി ആയിട്ടോ. അപ്പോൾ എന്തായാലും പരിപ്പൊക്കെ അടുപ്പത്ത് തന്നെ നമ്മൾ വെക്കണത്. കുക്കറിലിട്ടാൽ മതി, പക്ഷെ അതിന് മാത്രം പരിപ്പില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഗ്യാസ് ഉണ്ടെങ്കിൽ ഇപ്പം കറിയൊക്കെ പരിപ്പ് കുക്കറിലിട്ട് വെച്ചാലും പെട്ടെന്നായി കിട്ടേനിട്ടോ. അപ്പോൾ അതൊന്നും ചെയ്യാതെ അടുപ്പത്ത് തന്നെയാണ് നമ്മളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്ദുമോൾ ഇതാ ബാക്കി ഓള പണികളൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. നന്ദുമോൾക്കിന്ന് ബാത്റൂം കഴുകലും കാര്യങ്ങളൊക്കെ ഉണ്ടേനി. അപ്പം ഓളതൊക്കെ കഴിഞ്ഞ് വേഗം വന്ന് ചമ്മന്തി പൊടിച്ചതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ എരിഞ്ഞിട്ട് വെയ്യട്ടോ. ഒക്കെ ആ എരിവൊന്നും ഭയങ്കര ഇഷ്ടമല്ല, അങ്ങനെ ഒരു ഇഷ്ടമില്ല എരിവിനോട്. അപ്പോൾ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായെന്ന് തോന്നുന്നുണ്ട്. അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മൂത്തമ്മയും പറയുന്നുണ്ട് ഈ ഒന്നും തീരെ എരിവ് കൂട്ടൂലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു അബി അങ്ങനെ അങ്ങോട്ട് എരിവ് കൂട്ടില്ല. അപ്പം നമ്മളെ പാപ്പുമോൾ ഇതാ കൊലായിലേക്ക് വീണ്ടും കയറിന് അവിടെ നിന്ന് നോക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും അടുക്കളയിൽ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ട് മേശൻ്റെ അടിയിൽ കൂടി വന്ന് നോക്കിക്കാണേ. അപ്പോൾ അമ്മ ചീരയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വെച്ചതേനി. അപ്പോൾ ആ ചീരയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴുകി വേഗം ഇട്ട് കൊടുത്ത് നമ്മളെ ചീരക്കറി ഉഷാറായിട്ടോ. ടേസ്റ്റാണ്, ഈ ചീരയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഓന് ചോറുന്നാനും വലിയ കുഴപ്പമില്ല. മീൻ കറി ആകുമ്പോൾ ഒരു മടിയൊക്കെയാണ് അബിക്ക് ചോറുന്നാൻ. പ്രത്യേകിച്ച് മുളക് കറീനോട് ഓന് വലിയൊരു താല്പര്യമില്ല. പക്ഷെ ഇവിടെ നായ്ക്കുട്ടികൾക്കാണ് മുളക് കറി നല്ല ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ നമ്മളെ കറി ഇനി ആവാൻ അത്ര പ്രയാസമൊന്നുമില്ല. ഈ ചീരൻ്റെ ഇലയൊന്ന് വാടി കിട്ടിയാൽ നമുക്ക് വേഗം ചീരക്കറിയും റെഡിയാകും. അപ്പോൾ അത് മൂത്തമ്മയ്ക്ക് പോകണം, അപ്പം വേഗം ചോറ് കൊടുക്കണം. അപ്പോൾ അതിനുള്ള വേഗം ഓരോ പണികളിലാണ് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട് അമ്മമ്മേൻ്റെ ചമ്മന്തി കൂട്ടിയിട്ടെന്ന് എങ്ങനെയാണ് അപ്പോൾ ചോറുന്നാന്ന്, അത്രയ്ക്ക് നല്ല എരിവാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും പറഞ്ഞ് ചിരിക്കുക കേട്ടോ ഓരോന്നും. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ മൂത്തമ്മ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. റോക്കിമോൻ്റെ കൂട്ടിൻ്റെ അടുത്തേക്ക്. റോക്കിമോന് ഭയങ്കര കുരയാണ്. പുറമേ നിന്ന് ഒരാളെ കണ്ടാൽ റോക്കിമോന് നല്ല കുരയാണ്, പക്ഷേ ഇന്ന് മൂത്തമ്മനെ കണ്ടിട്ട് എന്താവോ കുരയ്ക്കണില്ല. അപ്പോൾ മൂത്തമ്മ കൂടിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് മണം പിടിക്കുകയാണ് ആൾ സംഭവം. പക്ഷേ മൂത്തമ്മ അകത്തേക്ക് കയറുമ്പോഴേക്കും നല്ല കുരയ്ക്കണുണ്ട് കേട്ടോ. അപ്പോൾ മൂത്തമ്മ അടുത്തൊക്കെ പോയിട്ട് ഓനെ ഓരോന്നും പറഞ്ഞ് പരിചയപ്പെടുകയെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഓന് അങ്ങനെ
ആരെയോടും വലിയ ഇണക്കമില്ലാത്ത ഒരാളാട്ടോ. ഞങ്ങളെ വീട്ടുകാരോട് മാത്രമേ ഓനൊരു ഇണക്കമുള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ മൂത്തമ്മ പറയുന്നുണ്ട് എന്നെ കണ്ട അപ്പം കുറയ്ക്കുന്ന ആളാണല്ലോ, ഇന്ന് എന്ത് പറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മൂത്തമ്മനെ കണ്ടപ്പോൾ ആൾ എണീച്ച് നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്നേഹത്തോടു കൂടി നോക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് കണ്ടോ. അവിടെ ഇത്തിരി കമ്പി പൊട്ടിപ്പോയിന്, അതുകൊണ്ട് മുഖമൊക്കെ പുറത്തേക്ക് ഇടും കേട്ടോ ആൾ. അപ്പോൾ മൂത്തമ്മ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും അവിടെ ആൾക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊരു പരിപാടിയൊന്നുമല്ല. എന്നാലും നിന്ന് കൊടുക്കണമൊക്കെ ഉണ്ട്. കൈ വെക്കണ സ്ഥലമൊക്കെ മൂത്തമ്മ തൊട്ട് നോക്കിയിട്ടേ ഓനത് ഇഷ്ടപ്പെടില്ല, മൂത്തമ്മ കൈ വെക്കണതൊന്നും. എന്നാലും മൂത്തമ്മ ഓനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കണ്ടോ. കൈ വെക്കണ സ്ഥലമൊക്കെ തൊടുമ്പോൾ കൈയൊക്കെ എടുത്ത് മാറ്റുകയാണേ. അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ സമയം പോകാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇവർക്ക് രാവിലെ തിന്നാൻ കൊടുക്കൽ, ഉച്ചയ്ക്ക് തിന്നാൻ കൊടുക്കൽ, രാത്രി തിന്നാൻ കൊടുക്കലൊക്കെ ആയിട്ട് കുറേ സമയം നമുക്ക് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ അബിയും ഇപ്പം വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് സന്തോഷമുള്ളൊരു ദിവസങ്ങളൊക്കെയാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടെങ്കിലും ഇവരെ കാണുമ്പോൾ നമ്മളെ സങ്കടങ്ങളൊക്കെ അങ്ങോട്ട് മറക്കും അല്ലേ. അതൊക്കെയാണ് ഞങ്ങളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പം നമ്മളെ വീട്ടിൽ ഓവറായിട്ട് വലിയ വിശേഷങ്ങളോ കാര്യങ്ങളോ എന്നും ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളോട് കൂടുതൽ വിശേഷങ്ങളൊക്കെ എനിക്ക് പറയാനില്ല, ഇപ്പോൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ.